മൂന്നാമത് ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ശ്രമിക്കണം. നമ്മളെ മഹല്ലുകളിൽ, നമ്മളെ പ്രദേശങ്ങളിൽ തിടുക്കുള്ള ആൾക്കാർക്ക് പലിശ ഇല്ലാതെ അത്യാവശ്യത്തിന് പണം കിട്ടുന്ന സംവിധാനം. അതിന് ഞങ്ങൾ പലിശരഹിത നിധി എന്ന് വിളിച്ചാലും തിരക്കടില്ല, ബാങ്കിൽ നിന്ന് വിളിച്ചാലും തിരക്കടില്ല. പ്രവാസികൾക്ക് അത് സാധിക്കും. നാട്ടിൽ ചില മഹല്ലുകളുണ്ട്. ഒരു 2 കൊല്ലം മുമ്പ് ഞാൻ അവരോട് ബന്ധപ്പെട്ടപ്പോൾ എന്നോട് പറഞ്ഞത് ഞങ്ങളിപ്പോൾ 1 ലക്ഷവും 1.5 ലക്ഷമൊക്കെ കൊടുക്കുന്നിടത്ത് എത്തിക്കണമെന്നാ. ഒരാൾക്കല്ല, പലർക്കും. കുറച്ച് ആൾക്കാരുണ്ട് കൂടി. ഇത് ഞാൻ ക്ലാസ് പറഞ്ഞ് വെറുതെ അവരുത് പഠിച്ചോന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച നടക്കും. ആ മഹലിലുള്ളവരെ കുറച്ച് ആൾക്കാർ കൂട്. മഹല്ല് പറ്റൂലേ, പഞ്ചായത്തുമില്ല, ജില്ല, ഏരിയ കൂടിക്കോ. എന്നിട്ട് നമ്മളണ്ട് ഒടുങ്ങുക. എന്താണ്, നമ്മൾ മാസം 1000 റിയാൽ നീക്കി വെക്കുക. അല്ല, ഞാൻ ആദ്യം 10,000 മുടക്കാം, നീ 10,000 മുടക്ക്, 30,000. ശരി, നമ്മളെ മഹല്ല് നമ്മൾ എന്താ ചെയ്യണത്? നമ്മളെ നാട്ടിലൊരാൾ പെട്ടെന്ന്, ഒരു പണക്കാരൻ, ഒരു ബിസിനസ് മാൻ, പെട്ടെന്ന് അയാൾക്ക് പൈസൻ്റെ ആവശ്യം വന്ന് ജപ്തി, ബുദ്ധിമുട്ട് വേണ്ട, ഈട് വാങ്ങിക്കോ, പണയം വാങ്ങിക്കോ, സ്വർണമോ വില പിടിച്ചെന്തെങ്കിലും, എന്നിട്ട് വെറുതെ കൊടുക്കണ്ട, ഉറപ്പ്. അങ്ങനെ ഒരു ഉറപ്പിലല്ലേ ആൾ ജാമ്യത്തിൽ തന്നെ ഉറപ്പിൽ കടം കൊടുക്കുക. ആളുകളോട് സഹകരിക്കട്ടെ, ഒരുങ്ങുക. ചിലപ്പോൾ പല വിഷയങ്ങളും തുടങ്ങിയ തരങ്ങളും ഇങ്ങനെ 2 ആൾ 3 ആൾ ഒരു നമുക്ക് തുടങ്ങിയാൽ ആലോചിക്കുക. നിങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക. അള്ളാൻ്റെ ഒരു തൗഫീഖിനെ കൂടെ ഉണ്ടാവും. എന്താ നിയ്യത്ത് എന്നറിയോ? ഒരു മനുഷ്യന് പെട്ടെന്ന് എപ്പോഴാണ് ഒരു ആക്സിഡൻറ്റ് വരിക, എപ്പോഴാണ് ഒരു മരുന്ന്, എപ്പോഴാണ് ഡോക്ടറെ അടുത്ത് പോയപ്പോഴാണ് പറഞ്ഞത് നാളെ നടക്കണം ഓപ്പറേഷൻ. ഒരൊറ്റ പൈസ അല്ല കയ്യിൽ. കുട്ടിയൊക്കെ വിവാഹത്തിന് അടുത്ത് വന്നു, കയ്യിൽ കാശില്ല. ഇങ്ങനെ ഞെരുങ്ങുന്ന മനുഷ്യന്മാർക്ക് പലിശ ഇല്ലാതെ ഒരു പൈസ കിട്ടുന്ന പറഞ്ഞാൽ ഓൻ്റെ നന്ദിയും കണ്ണീര് പറഞ്ഞാൽ തീരുമോ? നന്ദിയുടെ കണ്ണീര് ആലോചിക്ക. തലമുറ തീർത്തിട്ട് എനിക്കറിയാം കുറേ സുഹൃത്തുക്കളെയും കുറേ മഹല്ലുകളെയും. അവർ ഈ കാര്യം ഏറ്റെടുത്ത് നടന്ന് വിജയിക്കുന്നവർ. പറ്റിക്കലില്ല. അതാ സമൂഹം അതിന് സെറ്റപ്പിലാണെങ്കിൽ പറ്റിക്കൽ വരില്ല. ഈട് വാങ്ങിക്കോ, പണയം വാങ്ങിച്ചോ, ഉത്തരവാദിത്തോടു കൂടി തന്നെ. എന്നിട്ട് വെറും പൈസ വാങ്ങിച്ചുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് സഹായിക്കണമെന്നല്ല. നമുക്ക് മനസ്സിലായി മാനുഷികമായി ഈ മനുഷ്യൻ പണത്തിന് തിടുക്കക്കാരനാ. ഇയാൾ മഴ പെയ്യണതിന് ബോറിട്ടില്ലെങ്കിൽ അയാൾ പെണ്ണുങ്ങളും കുട്ടികളും വെള്ളത്തിലാ. ഇയാൾ രോഗത്തിന് നാളെ ചികിത്സിക്കണം. ആ ജാതി ബോധ്യപ്പെടുന്ന സത്യമായ കാര്യങ്ങളിൽ നിങ്ങൾക്കറിയാവുന്നൊരു വൃത്തമല്ലേ നിങ്ങളുടെ നാട്ടിലുണ്ടാവൂ. തീരുമാനിക്കുക അത് എത്രത്തോളം വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം. മൂന്നാമത്തെ ഒരു കാര്യം. നാലാമത്തെ ഒരു കാര്യം എന്നോട് ചോദിച്ച സംശയത്തിൻ്റെ ഭാഗം ഇതാണ്. അതെന്തെന്നറിയോ? ബാങ്കുകൾക്ക് അടിമയായ കുറേ മനുഷ്യന്മാരുണ്ട്. പല കാരണവശാലും ഇവിടെയോ നാട്ടിലോ ബാങ്കുകളിൽ ലോൺ എടുത്തേണ്ടി വന്നു. ആ ലോണ് വീട്ടാൻ വേറെ ലോണ് പുതുക്കേണ്ടി വന്നു, പിന്നെയും പുതുക്കേണ്ടി വന്നു. ഇങ്ങനെ എനിക്ക് തോന്നുന്നൊരു ഭാഷ്യം പറയട്ടെ. ഞാൻ ഖുർആൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ഫക്കു റഖബ, പെരടി മോചിപ്പിക്കുക. പെരടി മോചിപ്പിക്കുക. അതിന് പൂർവികന്മാർ കൊടുത്തിരിക്കുന്ന അർത്ഥം അടിമയെ മോചിപ്പിക്കുക. ഇവൻ സത്യത്തിൽ ഞാൻ ഖുർആൻ ആയത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്യില്ല, റബ്ബേ നീ സാക്ഷി. ഞാൻ അങ്ങനെ ചില ചിന്തകൾ ആരുടെയൊക്കെ വായിക്കേണ്ട ഓർമ്മയുമുണ്ടായി. ബാങ്കുകളുടെ മുന്നിൽ തലകുനിഞ്ഞു പോയവൻ, തടിങ്ങിട്ട് ഊരാൻ പറ്റണ്ടേ? രോഗം വന്നപ്പോൾ ആദ്യം കടെടുത്തത്, പിന്നെ പുതിയ ആവശ്യം വന്നപ്പോൾ വേറെ നിവൃത്തിയില്ല, ബാങ്കിൽ തന്നെ പോകേണ്ടി വന്നു. ആ കടം പുതുക്കി, പിന്നെയും പുതുക്കി, വീട് കൊടുത്തു, അത് കൊടുത്തു, അവസാനം തടി ഊരാൻ വയ്യാത്തൊരു മനുഷ്യൻ. നിങ്ങളുടെ സാമ്പത്തിക സഹായങ്ങൾ ചെലവഴിക്കുന്ന സമയത്ത് ഇയാൾ ഓരും സക്കാത്തിന് അർഹതപ്പെട്ടവനാ. കടം വന്ന് മുട്ടിയോൻ സക്കാത്തിന് അർഹതപ്പെട്ടവനാ. ഓൻ നേരത്തെ പണക്കാരനോ ബിസിനസ്മാനാവും, അത് നോക്കണ്ട. ഓനിപ്പോൾ കടം ടൈമായിട്ടുണ്ട്, കൊടുത്തു വിട്ടിന് ടൈമാണെങ്കിൽ ഓൻ ശരിക്കും അറിയപ്പെട്ട ബിസിനസ്മാനോ പണക്കാരനോ ആണെങ്കിൽ പോലും ഈ സമയം അയാൾ സക്കാത്തിന് അർഹന. ഓരിമീൻ അള്ളാൻ്റെ വിധി കണ്ടങ്ങൾ നിങ്ങളെ സക്കാത്ത് കൊടുത്തിട്ടെങ്കിലും ഓൻ്റെ തടി സലാമത്താക്കണം, മാനം സലാമത്താക്കണം. അപ്പോൾ നേരത്തെ ഫത്വ ബോർഡ് പറഞ്ഞതിൽ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ പറഞ്ഞേ അങ്ങനെ വാങ്ങുന്ന തുക, ആ തുകയും ഈ തരം ആളുകൾക്ക് കൊടുക്കാവുന്നതാണ് എന്ന് ചിന്തിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. എനിക്കത്രേ പറയാൻ കഴിയൂ. ഇങ്ങനെ ബാങ്കിൽ നിന്ന് കിട്ടിയ പലിശയുടെ ഇനം പലിശയായി ബുദ്ധിമുട്ടുന്ന മനുഷ്യന്മാർക്ക് കൊടുത്തോളൂ നിങ്ങൾ, എന്നിട്ട് ഓനോട് തടിയുക. അങ്ങനെയും ചിന്തിക്കുന്ന പണ്ഡിതൻ എനിക്കത്രേ പറയാൻ ഒരു ഫത്വയായിട്ട് പറയാൻ കഴിയും എനിക്ക് ആ വിഷയത്തിൽ. കാരണം ഞാൻ പറഞ്ഞത് ദീനാണ്. ഞാൻ നിങ്ങളും റബ്ബിൻ്റെ മുമ്പിൽ പോകണം. ദീൻ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുടുങ്ങും. അതുകൊണ്ട് ഈ പണം ഇങ്ങനെ ബുദ്ധിമുട്ടിയവരെ ചെലവഴിക്കാവുന്നതാണ് എന്ന് വീക്ഷണമുള്ള പണ്ഡിതാഭിപ്രായങ്ങൾ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ എന്താ അയാളെ വിഷമം? അയാളൊരു ബാങ്ക് കേസിട്ടായി കുടുങ്ങി കിടക്കണേ, രക്ഷ കിട്ടണില്ല അയാൾക്ക്. എന്താ കിട്ടുന്നതൊക്കെ അവിടെ കൊടുക്കുമ്പോൾ ഒരു പൈസയേക്കാളൊക്കെ നീക്കി വെക്കണത്. വീടുണ്ടാക്കുന്ന ആൾക്കാർ, വേറെ പലതിനും എടുത്തവർ, അവരെ മോചിപ്പിക്കുക എന്നുള്ളത് നമ്മളെ ഒരു ലക്ഷ്യമായി കണക്കാക്കുക. അവസാനം ഒരു പണിയുണ്ട്. അനങ്ങിയതിനും തൊട്ടതിനൊക്കെ ബാങ്കിൽ പോയി പലിശക്ക് പണമെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് മാപ്പിളൻ്റെ കയ്യിൽ, മുസൽമാൻ്റെ കയ്യിൽ. ഭാര്യയോടും പറയാതെ വീട് പോലും പണയപ്പെടുത്തിയോൻ ഓനൊരു ദിവസം കണ്ടിമ്പും പിറ്റേന്ന് ബാങ്കുകാർ ഒടിയൊഴിഞ്ഞു തരണം, നിങ്ങളെ പുതിയാപ്പിള
ദയവ് ചെയ്ത് ഈ തെറ്റായ ഒരു സമ്പ്രദായത്തിനെതിരെ ബോധവൽക്കരണം നടത്തേ. കൂടി ഇന്ന് സംസാരിക്കുമ്പോൾ ഒന്ന് സബൂറാക്കടോ, 4 മാസം കൂടി 1 കൊല്ലം കൂടി, എന്നാലും പലിശക്ക് പോവല്ലേ. വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ചോ, എന്നാലും നീ പലിശക്ക് പോവല്ലേ. ചെറിയ കാര്യത്തിന്, കുട്ടിയുടെ ഒരു സൽക്കാരത്തിന്, ഒരു കല്യാണത്തിൻ്റെ, അതായത് മാറ്റി വെക്കാവുന്ന ആവശ്യങ്ങൾക്ക് പ്രാർത്ഥന ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ച വഅഊദു മിൻ ഗലബത്തിദ്ദൈൻ, കടം വന്ന് കുമിയുന്നതിൽ നിന്ന് പടച്ചവനെ ഞാൻ രക്ഷ തേടുന്നു. വഅഊദു ബിക, നാഥ ഞാൻ രക്ഷ തേടുന്നു മിൻ ഗലബത്തിദ്ദൈൻ, കടം വന്ന് അധികരിക്കുന്ന. അപ്പൊ കടം വാങ്ങാന്ന് പറഞ്ഞാൽ അത്രക്ക് സൂക്ഷിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ടതാ. വളരെ കുത്തഴിഞ്ഞൊരു രീതിയിൽ നിൽക്കുന്നുണ്ട്. അതിനെതിരെ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹിൻ്റെ ആയത്ത് കേൾക്കാൻ എന്ത് രസമുണ്ടാവും. വമൻ ജാഅഹു മൗഇദത്തും മിർ റബ്ബിഹി ഫന്തഹ ഫലഹു മാ സലഫ്. ഉപദേശങ്ങൾ ആരുടെയെങ്കിലും കൈകളിലെത്തിയിട്ട് അതിൽ നിന്നൊക്കെ വിരമിക്കാൻ തയ്യാറായാൽ കഴിഞ്ഞു പോയതൊക്കെ ഞാൻ മാപ്പാക്കാം. വമൻ ആദ, ഇനിയും തിരിച്ചു വരാനാ തീരുമാനിച്ചതെങ്കിൽ ഫൗലായിക്കഹുമുൽ ളാലിമൂൻ, അവർ അക്രമികളാണെന്ന് മറക്കരുത്. അങ്ങ് തവക്കുലാക്കുക റബ്ബിൻ്റെ മുമ്പിൽ. ഞാനില്ല എന്ന് തവക്കുലാക്കുക. പടച്ചോൻ സഹായിക്കട്ടെ തീരുമാനിക്കുക. പരസ്പരം കൂടിയാലോചിക്കുന്ന, സഹകരിക്കുന്ന, കൂടെ കിടക്കുന്നവൻ്റെ ദുഃഖങ്ങളും കണ്ണീരും മുഖം മാടുന്നത് എന്തിനാണെന്നും തിരിച്ചറിയാനുള്ള ഒരു മുസൽമാൻ്റെ ഈമാനും സ്നേഹവായ്പും നിറച്ചു വെക്കുക. എന്നിട്ട് എന്താ നിങ്ങളെ റൂംമേറ്റിൻ്റെ അവസ്ഥ എന്ന് ചോദിക്കും ചില ആൾക്കാരോട്. എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും അറിയില്ല. എന്തു പറ്റി അയാൾക്ക്? അയാൾ അങ്ങനെയൊക്കെ തന്നെ. അറിയണ്ടേ അയാളുമായി എന്തു പറ്റി അയാൾക്കെന്ന് അറിയണ്ടേ? കൂടെ കിടക്കുന്നവൻ അവസാനം കെലിമ ചൊല്ലിത്തരേണ്ടവൻ, ഒരു പക്ഷേ യാത്ര പറയുമ്പോൾ അവസാന യാത്രയിൽ വെള്ളം തരേണ്ടവനാ അടുത്ത ബെഡിൽ കിടക്കണവൻ. ഓൻ്റെ കണ്ണ് വാടുമ്പോൾ, മുഖം വാടുമ്പോൾ ഒന്ന് ചോദിച്ചുകൂടെ എന്താ നിങ്ങൾക്ക്? വാരിക്കോരി കൊടുക്കണ്ട, സാരല്ല, സമാധാനിപ്പിക്കുക, രക്ഷ നൽകുക. എന്നിട്ട് അറിയുന്നവരെ ശ്രദ്ധയിൽപ്പെടുത്തുക. നിങ്ങൾ ആ പോണ മനുഷ്യനറിയോ? അയാൾ ഇത്ര ഭാരയിട്ടാണ് നടക്കുന്നത്. എന്താ ഭാരം? അതാ ചില സുഹൃത്തുക്കൾ സ്ത്രീധനത്തിൻ്റെ ഒക്കെ കഥ പറഞ്ഞ് കണ്ണീര് ഓരോ ആഴ്ചയും കേൾക്കേണ്ടി വരും. ഞാൻ മണ്ടിക്കാളുകൾ നമ്മളെ പ്രവാസികളെ പറ്റി പറയില്ലേ, ഓലെ കണ്ണിലെ പീളാന്ന് ഞാൻ പറയാൻ കാരണം എന്താ അറിയോ? പീള രാവിലെ അല്ല, എല്ലാ സമയത്തും കണ്ണിൽ പീളയപ്പോൾ അവിടെ എത്തിക്കണ്. ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ചോദിക്കും സ്നേഹത്തോടെ, എന്താ നിങ്ങൾ പോകാത്തത്? ഒരു കുട്ടീനെയും കൂടി വാഴിക്കാനുണ്ട്. ഒരു കുട്ടി. അപ്പം എന്താ കുട്ടികളെ വാഴിക്കാൻ? എന്താ മൂലം നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗമൊക്കെ അവിടെ എത്തുന്നത്? ഞാൻ കൊടുത്തതിന് കണക്ക് പറയണം. എങ്ങനെ കൊടുത്തതെന്ന് അറിയോ? ഒന്ന് കൊടുത്ത് തീരുമ്പോഴേക്ക് അടുത്തോള് പ്രായപൂർത്തിയായി. കുട്ടികളെ വെറുതെ വീട്ടിലിടാൻ പറ്റുമോ? ആനക്കേട് വരില്ലേ? പിന്നെ ഭാരല്ലേ? മരിച്ചാലും പഠിച്ചോന്ന് ചോദിക്കൂലേ? അള്ളാഹ് തവക്കുലാക്കി പിന്നെ നീന്താണ്. ആയുസ് ഒടുങ്ങാതിരുന്നാൽ മതിയായിരുന്നു, കയ്യും കാലും തടരാതിരുന്നാൽ മതിയായിരുന്നു. ഒരൊത്ത ആശയം, ഒരു സഹായം ഈ മനുഷ്യന്മാർക്ക് വേണ്ടേ? അവരധ്വാനിക്കാത്തവരല്ല, ശ്രമിക്കാത്തവരല്ല. എവിടെ സക്കാത്തിൻ്റെ പണം പോയത്? ഈ സമൂഹം കൊടുക്കേണ്ട സക്കാത്തിൻ്റെ തുക ആർക്ക് പോയി? ഇത് ഇവൻ അവകാശപ്പെട്ടതല്ലായിരുന്നോ ഇത്? അപ്പോൾ ഇങ്ങനെ കുറേ മാനസികമായ ചികിത്സ. അതാണ് സൂറത്ത് റൂമിലായത്. ജീവിത സുഖങ്ങൾ നിങ്ങളല്ലല്ലോ തീരുമാനിക്കുന്നത്, പടച്ച റബ്ബ്